നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അൽപതാം വാർഷിക സമ്മേളനം സിന്ദാബാദ്. അൽപതാം വാർഷിക സമ്മേളനം സിന്ദാബാദ്. KSSBA സിന്ദാബാദ്. KSSBA. വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പൊതുസമൂഹത്തിൻ്റെ കയ്യളവോളമല്ല വളരെയധികം സ്നേഹം നിങ്ങൾ ഏവരുടെയും പേരിലും സ്വന്തം പേരിലും ആർദ്രമായി സ്വാഗതം. അടുത്തത് നമ്മൾ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ എപ്പോഴും ഈ സംഘടനയുടെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അല്ല ഏത് കാര്യത്തിനും നമ്മൾ സഹായിക്കുന്ന നമ്മുടെ മുൻ MLA ശ്രീ K. ചന്ദ്രേട്ടൻ അവர்களാണ്. അദ്ദേഹമാണ് ഈ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെയും നിങ്ങളുടെ എവിടെയും പേരിലും സ്വന്തം പേരിലും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C. ബാലൻ അദ്ദേഹമാണ്. അദ്ദേഹം എത്താമെന്ന് പറഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഹായിച്ചത് അദ്ദേഹത്തെയും ഈ നിങ്ങളുടെ പേരിൽ ഈ യോഗത്തിലേക്ക് ആത്മമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ സർക്കാരിൻ്റെ ഭരണത്തിന് 0 മാർക്ക് പോലും കൊടുക്കാനുള്ള അർഹതയില്ല. VC കബീർ മാസ്റ്റർ, നെന്മാറ. പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് 0 മാർക്ക് നൽകാനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ലെന്ന് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി VC കബീർ മാസ്റ്റർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെന്മാറ നിയോജകമണ്ഡലം 40ാം വാർഷികാഘോഷം ഐലോട്ട് പ്രഭ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇല്ലായ്മകളുടെ കഥകളാണ് പറയാനുള്ളത്. വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നുകളില്ല, ഡോക്ടർമാരില്ല. സപ്ലൈകോകളിൽ സാധനങ്ങളുമില്ല. മെഡിക്കൽ കോളേജുകൾ അനാഥമായി കിടക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ പരാധീനതകൾ ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും VC കബീർ മാസ്റ്റർ ആരോപിച്ചു. KSSBA നെന്മാറ നിയോജകമണ്ഡലം പ്രസിഡന്റ് R. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മുൻ MLA K. ചന്ദ്രൻ മുഖ്യാതിഥിയായി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി C. ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ നേതാക്കളായ KG എൽദോ, M. പത്മഗിരീശൻ, വിനോദ് ചക്രായ്, KR പത്മകുമാർ, KV ഗോപാലകൃഷ്ണൻ, SM ഷാജഹാൻ, KI അബ്ബാസ്, K. കുഞ്ഞൻ, K. സുരേഷ് കുമാർ, വസന്ത രാജൻ, C. വേലായുധൻ, K. രാംനാഥൻ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി K. വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വിനേഷ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രതിനിധി സമ്മേളനം, വനിതാ സമ്മേളനം, തെരഞ്ഞെടുപ്പ് എന്നിവയും ഉണ്ടായി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ VC കബീർ മാസ്റ്റർ ആദരിച്ചു. ചികിത്സ കിട്ടുന്നില്ല, അങ്ങനെ പരാതികളുണ്ട്. എല്ലാ നിലയിലും സങ്കടത്തിൻ്റെ ഒരു കടലിലാണ് കേരളത്തിലെ പെൻഷൻകാർ ജീവിക്കുന്നത്. പെൻഷൻ ആരുടെയോ മുഖ്യമന്ത്രിയുടെ തറവാട്ടത്ത് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നത് പോലെയാണ് ഈ ഗവൺമെൻറ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ലത് പറയാൻ 1 മാർക്ക് പോലും കൊടുക്കാൻ, 3 മാർക്കല്ല, 1 മാർക്ക് ഞാൻ കൊടുക്കാനില്ല, പട്ടം 0 അധ്യാപകരെ നമ്മുടെ ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. ദിവസക്കൂലിക്കാരായ തൊഴിലുറപ്പിന് പോകുന്നവർ കഷ്ടത്തിലാണ്. റേഷൻ ഷാപ്പുകളിൽ പല സാധനങ്ങളില്ല. സിവിൽ സപ്ലൈസിൻ്റെ പല സ്റ്റോറുകൾ കൂട്ടിപ്പോയിരിക്കുന്നു. ഗവൺമെൻറ് ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല. മെഡിക്കൽ കോളേജുകൾ അനാഥമായി പോയിരിക്കുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് നമ്മുടെ ഒരു അഭിമാനമായിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം അനാഥമായിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ താൽക്കാലികമായി കുറച്ച് ഡോക്ടർമാരെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആകെ 100 കണക്കുകൾ കിടത്തി ചികിത്സയാക്കിയിരിക്കുന്നത്. മറ്റു കക്ഷികളും കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും മുൻപെടുത്താൻ ആയിട്ടില്ല. എന്തായാലും അധികകാലം പ്രധാനമന്ത്രി
ചെങ്കോട്ടയിൽ പതാക ഉയർത്തില്ല എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ആ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. ആ പ്രധാനമന്ത്രി സ്വന്തം നാട്ടിലെ സഹോദരിമാർ പെൺകുട്ടികൾ കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി പ്രമാണത്തിനങ്ങൾ ചെയ്തതിനു ശേഷം കെട്ടിത്തൂക്കി കുരിശിൽ തറച്ച് കൊല്ലുന്നത് കബീർ മാസ്റ്റർ ആദരിക്കുന്നു. കുമാരി കിൻസിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കെ ചന്ദ്രൻ എക്സ്-MLA അവരുടെ ഡോക്ടർ മെറിൻ മാത്യുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ ഇന്നത്തെ ഈ വനിതാ സമ്മേളനം എല്ലാം വയ്ക്കുന്നത് എപ്പോഴും ഉച്ച കഴിഞ്ഞാണ്. 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോഴേക്കും എല്ലാവരും ഊണ് കഴിഞ്ഞ് പോകാനുള്ള സമയം. പറഞ്ഞിട്ട് കാര്യമില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോഴും തിരക്കാണ്. റിട്ടയർഡ് ആയപ്പോൾ അതിലേറെ തിരക്കാണ്. മക്കള് പെരുമക്കള് പേരക്കുട്ടികളെ ഇവരെ നോക്കണം. സ്കൂൾ വിട്ടാരെ എത്തുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണം. എല്ലാവരും ഊണ് കഴിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും നേരത്തെ നമുക്ക് ഈ വനിതാ സമ്മേളനം സംഘടിപ്പിച്ച് തന്ന നെന്മാറ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് പോൾ ആലീസ്, അതുപോലെ ബാക്കി എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഈ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ